ഹായ് ഡിയേഴ്സ്, ഇപ്പോൾ സമയം 2 മണിയാവുന്നു. ഇപ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു. ഇപ്പം ഇച്ചിരി തോർന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇന്ന് വിശാൽ മാർട്ട് വരെ പോകണം. കാരണം നമ്മുടെ സജിമോടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്, 15 വയസ്സിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പോകണം. അപ്പോൾ ദേ താഴത്തോട്ട് ഇറങ്ങി ചെല്ലുവാണ്. സജിമോളവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കണ്ടോ, അത് സജിമോൾ അമ്പിളി ചേച്ചിയുടെ കടയുടെ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അമ്പിളി ചേച്ചിയുടെ കടയാണ് വിജയ ബേക്കറി. ഞങ്ങളുടെ മെഡിക്കൽ ഷോപ്പിൻ്റെ താഴെയായിട്ട് തന്നെയാണ്. അടിപൊളി ചായ ഉണ്ടാക്കും കേട്ടോ. ഞങ്ങൾ എപ്പോഴും അമ്പിളി ചേച്ചിയിരിക്കുന്നതാണ് ചായ കുടിക്കുന്നത്. അങ്ങനെ അമ്പിളി ചേച്ചിയോട് ഞങ്ങൾ വിശാൽ മാർട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് ടാറ്റ കൊടുത്തിട്ട് ഞങ്ങൾ പതി അവിടുന്ന് സ്ഥലം വിട്ട് നമ്മളങ്ങനെ പതി ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ്. നമ്മുടെ മെഡിക്കൽ ഷോപ്പ് എന്ന് പറഞ്ഞാൽ കോളേജിൻ്റെ ഓപ്പോസിറ്റ് മുകളിലായിട്ടാണ്. കണ്ടോ, സെൻറ്റ് ജോസഫ് കോളേജാണ്. പതി ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുകയാണ്. ചെറിയ മഴ പെയ്യുന്നുണ്ട്, എങ്കിലും ഞങ്ങൾ രണ്ടുപേരും വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ്. ഇതാണ് നമ്മുടെ രവി കരുണാകരൻ്റെ മ്യൂസിയം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ കയറിയിട്ടില്ല, പക്ഷെ അടിപൊളിയാണെന്ന് പറയുന്നിട്ടുണ്ട് എല്ലാവരും. ഞാൻ പെട്ടെന്ന് തന്നെ മഴ ഇച്ചിരി കനത്തുപോയി. സോ ഞങ്ങൾ പെട്ടെന്ന് ബസ്സിൽ കയറി വിശാൽ മാർട്ടിൽ അങ്ങ് എത്തി. വിശാൽ മാർട്ടിൽ കയറി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നത്. മഴ കാരണമാണ്. വിശാൽ മാർട്ടിൽ വന്നതേ ആൺപിള്ളേരുടെ സെക്ഷനിലോട്ട് വന്ന് സജിമോൾ അവിടെ ഓരോന്നൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ നൈസായിട്ട് ഫോണുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമായിരുന്നു. കണ്ടോ, ഞാൻ തന്നെയാണ് ഗൈസ്. അതായത് ഇവിടെ ഒത്തിരി പുതിയ കളക്ഷൻസ് വന്നു. നേരത്തേനേക്കാളും കുറച്ചുകൂടി കൂടുതൽ കളക്ഷൻസും ഉണ്ട്, കൂടുതൽ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ദേ സജിമോട് നമ്മുടെ മോങ്കുട്ടന് പാൻസ് ഷോർട്സ് മതി എന്ന് പറഞ്ഞു. ഡെയിലി ട്യൂഷനൊക്കെ പോകുന്നുണ്ട്, ഷോർട്സ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഷോർട്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സൈസ് നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ചേച്ചീനെ കൊണ്ട് ഞങ്ങളുടെ പറ്റിയ സൈസ്, മോന് പറ്റിയ സൈസ് നോക്കി എടുപ്പിക്കുമായിരുന്നു. സജിമോളാണെങ്കിൽ നല്ല സെലക്ഷൻകാരിയാണ്, അതുകൊണ്ട് ഒത്തിരി സമയം ഇച്ചിരി വേണ്ടി വന്നു. സജിമോൾക്ക് നല്ല സെലക്ഷൻ ഇല്ലയാണ്. സോ ദേ അടുത്ത വേറെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരെണ്ണം നോക്കി മോന് പറ്റിയത്, മോന് ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതും നോക്കിയിട്ട് മോനൊരു സ്പ്രേയും കൂടി നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പറ്റിയ അവിടെ നിന്ന് നടക്കാണ്. ഇവിടുത്തെ ബെഡ്ഷീറ്റാണ് ഫസ്റ്റ് സെക്ഷൻ ഇരിക്കുന്നത്. ബെഡ്ഷീറ്റ്, തലേണ കവർ, തലയിട എല്ലാം നല്ലതാണ് കേട്ടോ. എനിക്കാണെങ്കിൽ തലേണ ഭയങ്കര ഇഷ്ടപ്പെടും, നല്ല സോഫ്റ്റ് തലയാണ്. അങ്ങനെ എന്തായാലും വന്നതല്ലേ, അപ്പോൾ ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഒന്ന് ഓടിച്ചോടിച്ച് നോക്കുകയാണ്. ഇവിടെ കണ്ട കുപ്പിയുടെ ഐറ്റംസും പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പാത്രങ്ങൾ നല്ല ഓഫറാണ് കേട്ടോ. ചില ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ട്, ചിലപ്പോൾ 50% ഓഫറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ കുപ്പി എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അതാണ് അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സജിമോൾ അവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിൽക്കുന്ന ചേച്ചിയാണ് പറഞ്ഞ സ്പ്രേ ഐറ്റംസൊക്കെ മുകളിലാണ്, സെക്കൻഡ് ഫ്ലോറിലാണ്. ഞങ്ങൾ വീണ്ടും സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറി. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലെത്തി. കുറേ ചേച്ചിമാരെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അവരുടെ ജോലി. അപ്പോഴാണതേ നമുക്ക് 1+1 ഓഫറാണ്. ചേച്ചി പാക്ക് ചെയ്യുന്ന അവിടെ നിൽക്കുകയാണ്. ചേച്ചി പറഞ്ഞു എല്ലാം 1+1 ഓഫറാണ്. ഇത് കൂടാതെ അവിടെ അപ്പുറത്ത് ആ ഒരു റാക്കിലൊക്കെ ഇരിപ്പുണ്ട് 1+1 ഓഫർ. എല്ലാ ചേച്ചി ഇങ്ങനെ ജസ്റ്റ് റേറ്റൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. ഒത്തിരി ഓഫറുണ്ട്. ഇത് നമ്മുടെ ഒരു അടുക്കളയിലേക്ക് പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. മാഗി നൂഡിൽസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ ഞങ്ങളെല്ലാം ജസ്റ്റ് എല്ലാം നോക്കിയിരിക്കുകയാണ്. ജ്യൂസ് ഐറ്റംസ് ആണെങ്കിലും ഹോർലിക്സ് അങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസാണ് കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ട്. നൂഡിൽസ് തന്നെ പല ടൈപ്പാണെന്ന് തോന്നുന്നു. അവിടെ ഞാൻ നൂഡിൽസ് കണ്ടായിരുന്നു. ഞങ്ങൾ സ്പ്രേയുടെ റാക്കിലെത്തി, പക്ഷെ മോനുവിന് പറ്റിയതില്ലായിരുന്നു. അവൻ കുഞ്ഞ് സ്പ്രേ മതിയായിരുന്നു, അതുകൊണ്ട് ഉദ്ദേശിച്ച് കിട്ടിയില്ല ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നമ്മുടെ ബ്യൂട്ടി ഐറ്റംസിലോട്ട് തന്നെ ഞങ്ങൾ വന്നു. ഫേസ് ക്രീം, ഫേസ് വാഷ്, പിന്നെ ബേബി ഐറ്റംസ്. അവിടെ ഓഫറുള്ള കുറേ ഐറ്റംസ് ഇരിക്കുന്നതാണ്. എന്താണെന്ന് മനസ്സിലായില്ല, പക്ഷെ കുറേ ഓഫറുള്ളായിരുന്നു. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒക്കെ ആയിട്ട് ഒത്തിരി ഐറ്റംസ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നപ്പോൾ റൂം ഫ്രഷ്നർ, എയർ ഫ്രഷ്നറൊക്കെ ഉണ്ട്. അത് ഓഫറുണ്ടായിരുന്നു, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. ഞാനത് ഒരെണ്ണം എടുത്തു, എയർ ഫ്രഷ്നർ ചെറുത്. അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങാൻ പോവാണ്. നമുക്ക് സമയമായി. നമ്മൾ ബില്ലടിക്കുന്നിടത്ത് വന്നു. 1-2 ചെറിയ സാധനം ഞാൻ എടുത്തത്. അവിടെ വന്നപ്പോൾ 2 ചേച്ചിമാർ ബില്ലടിക്കാൻ നിൽപ്പുണ്ട്. ഒരു കൗണ്ടർ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ ആ സാധനമൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്. കുറച്ച് ഐറ്റംസേ ഉള്ളൂ. 1-2 ചെറിയ കുഞ്ഞു ഐറ്റംസ് എടുത്ത് വെച്ചു. വെയിറ്റ് ചെയ്യുവാണ്. സജിമോൾ അവിടെ തന്നെ നിൽപ്പുണ്ട്. അതിനിടയ്ക്ക് ഞാൻ നല്ലൊരു കുപ്പിയാട്ടോ, ചുമ്മാ അതൊക്കെ നോക്കി. പ്രത്യേകിച്ച് ആ കുപ്പി എടുത്ത് നമുക്കങ്ങനെ പ്രയോജനമൊന്നുമില്ല. ഞാൻ മോനുവിന് വേണ്ടാന്ന് ചോദിച്ചു സജിമോളോട്. മോനപ്പോൾ കുപ്പിയൊക്കെ വാങ്ങിച്ചു എന്ന്.
വീണ്ടും ഞാൻ പോയി പെട്ടിയിലെടുത്ത് ഇടാമെന്ന് കരുതി. കൈ പിടിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ല, പെട്ടി പിടിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ പെട്ടിയിലിട്ട് ഞാനത് കയ്യിൽ പിടിച്ചവിടെ നിന്നു. ആ ചേച്ചിയുടെ ഏകദേശം ബില്ല് തീരാറായിരുന്നു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. വീണ്ടും കുപ്പിയിലോട്ടാണ് എൻ്റെ ശ്രദ്ധ. 99 രൂപയേ ഉള്ളൂ. പക്ഷേ എന്നാലും കുപ്പി കഴിഞ്ഞ് കിടക്കുന്നപ്പോൾ ഞാൻ 1-2 കുപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കുപ്പിയുടെ ആവശ്യമില്ലായിരുന്നു. പിന്നെ പൗച്ച്, നമുക്ക് പിന്നെ പൗച്ചിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ വീണ്ടും അവിടെ തന്നെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ബില്ലൊക്കെ അടിച്ച് കിട്ടി. സാധനമായിട്ട് ഞങ്ങൾ വിശാൽ മാർട്ടിൽ നിന്ന് ഇറങ്ങി. ബസ് നോക്കിയപ്പോഴത്തേക്കും ബസ്സില്ല. പിന്നെ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ പിടിച്ച് അവിടുന്ന് സാൻ ജോസിൻ്റെ വാതിൽക്കൽ നിന്ന് ഓട്ടോയും പിടിച്ച് ഞങ്ങളുടെ കടയിലേക്ക്, മെഡിക്കൽ ഷോപ്പിലേക്ക് പോയിരുന്നു. ഓക്കെ, ബൈ ബൈ, സീ യു.